നമസ്കാരം. സംഘബന്ധുവായി അറിയപ്പെടുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മാറി കറതീർന്ന സംഖ്യയായിട്ടുള്ള രാജേന്ദ്ര ആർലേക്കർ വരുമ്പോഴുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. സംഖി ഖാൻ ഗോ ബാക്ക് എന്ന കുട്ടി സഖാക്കൾ പോലും വിളിച്ച അവസ്ഥയിൽ നിന്നും മാറി ആർലേക്കറുടെ കൈപിടിച്ചു പോയി കേന്ദ്രത്തിലെ അദ്ദേഹത്തിന്റെ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിക്കാമെന്ന നിലയിൽ സഹകരണത്തിന്റെ പുത്തൻ സാധ്യതകൾ ആരായുകയാണ് പിണറായി സർക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഫെഡറൽ തത്വങ്ങൾക്കൊന്നും കേട്ടുകേൾവി പോലുമില്ലാത്ത വിധം സംസ്ഥാനത്തിന്റെ ലൈസൻ നിർവഹിക്കാൻ ഗവർണർ ഇറങ്ങിത്തിരിച്ചുവെന്ന അതീവ പുതുമയുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ കേന്ദ്രവുമായി 2 ദിവസമായി നടന്ന ഡൽഹി ചർച്ചകൾക്ക് പിന്നിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒത്തുതീർപ്പാണെന്ന് പ്രതിപക്ഷം ഇതിനകം ആരോപിച്ചു കഴിഞ്ഞു. RSS നേതൃത്വത്തിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് അവരോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഗവർണർ പ്രത്യേക താല്പര്യമെടുത്ത് ഈ ചർച്ചകൾ നടത്തിയത് എന്നാണ് വിലയിരുത്തൽ. 3ാം വട്ടവും പിണറായി വരട്ടെ എന്നാണ് സംഘപരിവാറിന്റെ താല്പര്യം. RSS നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ ഈ ദൗത്യം ഏൽപ്പിച്ചതിന് പിന്നിൽ കൃത്യമായ കണക്ക് കൂട്ടലുകൾ ഉണ്ടെന്നാണ് കരുതുന്നത്. ഒരു തവണ കൂടി കോൺഗ്രസിനെ അധികാരത്തിന് പുറത്തു നിർത്തിയാൽ അനായാസമായി BJPക്ക് ഭരണം പിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കേന്ദ്രവും സംഘപരിവാർ നേതൃത്വവും. കേരളം പോലൊരു സംസ്ഥാനത്തേക്കല്ലാതെ കടന്നു കയറാൻ കഴിയില്ലെന്ന് നന്നായി മനസ്സിലാക്കി തന്നെയാണ് ഗെയിം പ്ലാൻ ഉണ്ടാക്കിയത്. അതിന് ഉതകുന്ന വിധത്തിൽ CPM-ഉമായും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ധാരണയിലെത്തുക എന്നത് അവരുടെ ആവശ്യവുമാണ്. മറുവശത്ത് പിണറായിക്കാണെങ്കിൽ ലാവ്ലിൻ, മാസപ്പടി തുടങ്ങിയ കേസുകളിലെല്ലാം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പാതി വഴി എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്നിനും എതിർപ്പുണ്ടാകില്ല എന്നതും അവർക്ക് കണക്കുകൂട്ടാം. CPM-നാകട്ടെ അദ്ദേഹം വരയ്ക്കുന്നതിന് 1 ഇഞ്ചും അപ്പുറത്തേക്ക് നീങ്ങാൻ ത്രാണിയില്ല എന്നത് ഇക്കഴിഞ്ഞ കൊല്ലം സമ്മേളനം അടിവരയിട്ട് ഉറപ്പിച്ചു. അത് പൂർത്തിയായതിന് തൊട്ടു പിന്നാലെയാണ് ചരിത്ര പ്രധാന ദൗത്യത്തിന് ഗവർണർ മുന്നിട്ടിറങ്ങിയത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി അനൌദ്യോഗിക ചർച്ചയാണ് നടത്തിയതെന്ന സർക്കാർ ഭാഷ്യം തന്നെ അണിയറയിൽ മറ്റെന്തൊക്കെയോ നടന്നതിന്റെ സൂചനകളായാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ഇടത് സർക്കാരും കേന്ദ്രത്തിലെ BJP സർക്കാരും തമ്മിൽ അസാധാരണമായ രഞ്ജിപ്പിലേക്ക് നീങ്ങുന്നതിൽ കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ചർച്ചകൾ. മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന CPM-ന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒരു തുടക്കം മാത്രമാണ്. CPM ഒഴിച്ച് രാജ്യത്തെ ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ എന്ന് മുദ്ര കുത്തിയിട്ടും CPM വേറിട്ട നിലപാട് സ്വീകരിച്ചതിനു പിന്നിൽ പിണറായിയുടെ സ്വാധീനമെന്ന് ഉറപ്പാണ്. മറിച്ചൊരു അഭിപ്രായം പറയാൻ ഇന്നാരും മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എന്നതിന് തെളിവ് ഇനി വേറെയൊന്നും തേടണ്ട. പിണറായിയുടെ വാക്കിന് മറുവാക്ക് പറയാൻ കേന്ദ്ര കമ്മിറ്റിയിലോ പോളിറ്റ് ബ്യൂറോയിലോ തൽക്കാലം ആളില്ല. എതിരഭിപ്രായം പറയാൻ CPM-ൽ ക്യൂബ മുകുന്ദന്മാർ ആരുമില്ലെന്ന് കൊല്ലം സമ്മേളനവും തെളിയിച്ചു. അടുത്ത മാസം നടക്കുന്ന മധുര പാർട്ടി കോൺഗ്രസിലും ഇത് ആവർത്തിക്കും. കേരളത്തിൽ നിന്നുള്ള MP-മാരുമായി സർക്കാർ പതിവായി നടത്തുന്ന മട്ടിലൊരു കൂടിക്കാഴ്ചയ്ക്ക് കൂടി സമയം കണ്ടെത്തി ആർലേക്കർ. അടുത്ത നിയമസഭയിലും UDF-നെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക ഇരു കൂട്ടരുടെയും ആവശ്യമായതുകൊണ്ട് ഈ നീക്കമെല്ലാം തന്റെ ദൗത്യമാണെന്ന മട്ടിലായിരുന്നു ഗവർണറുടെ കേരള ഹൗസിലെ അത്താഴ വിരുന്ന്. ഇരു കൂട്ടർക്കുമിടയിൽ പാലമായി പ്രത്യേക പ്രതിനിധി KV തോമസും അസാധ്യമെന്ന് തോന്നിക്കുന്ന ഡീലുകളെ സാധ്യമാക്കി എടുക്കാനുള്ള അസാമാന്യ മെയ്വഴക്കവും ഓപ്പറേഷണൽ സ്കില്ലുമുള്ള ചാണക്യനാണ് തോമസ് മാഷ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പ്രത്യേക കരുതൽ നൽകുന്നതും. ക്യാബിനറ്റ് പദവിയും മറ്റ് സൗകര്യങ്ങളും മാഷിന്റെ പ്രഹരശേഷി തിരിച്ചറിഞ്ഞതിന്റെ പ്രത്യുപകാരങ്ങളാണ്. ഇക്കഴിഞ്ഞ ജനുവരി 2-നാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിന്റെ 23ാമത് ഗവർണറായി അധികാരമേറ്റത്. നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങി BJP-യുടെ കേന്ദ്ര നേതൃത്വവുമായെല്ലാം അടുത്ത ബന്ധമുള്ള ആർലേക്കർ നേരത്തെ ഹിമാചൽ പ്രദേശ് ഗവർണറും ഗോവ നിയമസഭാ സ്പീക്കറും മന്ത്രിയുമായിരുന്നു. RSS-ലൂടെ വളർന്നാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ദീർഘകാലം RSS ചുമതലകൾ വഹിച്ച ശേഷം 1989-ലാണ് BJP-യിൽ അംഗത്വം എടുക്കുന്നത് തന്നെ. നന്ദി.